നിങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ ഗൂഗിൾ ആഡ്സ് വെച്ച് പ്രൊമോട്ട് ചെയ്ത് വ്യൂ കൂട്ടിയിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇത് യൂട്യൂബിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അതിലൂടെ കൂടുതൽ റീച്ച് കിട്ടും, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യും എന്നൊക്കെ കരുതുന്ന പല ആളുകളുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി ഈ ഒരു കാര്യം ഗൂഗിളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുന്ന ആൾ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്, അത് ശരിയായിട്ടുള്ള ഒരു പരിപാടി ആണോ അല്ലയോ എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഈ വ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. വ്യൂ കിട്ടിയെങ്കിലേ നമുക്ക് മുമ്പോട്ട് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ, അതേപോലെ പൈസയും ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്തിട്ട് തന്നെ കാര്യമില്ല. അപ്പം വ്യൂ കൂട്ടുക എന്നുള്ളത് ഒരു അത്യാവശ്യ സംഭവമായിട്ട് മാറും. കുറച്ച് ദിവസം വീഡിയോ ഇടും, ഓർഗാനിക് ആയിട്ട് റീച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ വ്യൂ കൂട്ടുക. അത് ഗൂഗിളിന് പൈസ കൊടുത്താലും വേണ്ടില്ല, വെളിയിൽ ഒരാൾക്ക് പൈസ കൊടുത്താലും വേണ്ടില്ല, വ്യൂ കൂട്ടുക, ചാനലിലെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ ആക്കുക, ഇങ്ങനെ ഒരു മൈൻഡിലേക്ക് മാറും. അപ്പം എവിടെയാണെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുത്തെങ്കിലേ നമുക്ക് ഈ വ്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, വെളിയിൽ നിങ്ങൾ വ്യൂ കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ആഡ്സ് സത്യത്തിൽ ഒരു ട്രിക്കാണ് നമ്മുടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ യൂട്യൂബിലും ഗൂഗിൾ ആഡ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബിന്റെ അനലിറ്റിക്സ് ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ഗൂഗിൾ ആഡ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സിലേക്ക് കൂടെ വിടാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഗൂഗിൾ തരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആഡ്സെൻസിലൂടെ തരുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ അവർ ഗൂഗിൾ ആഡ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മുടെ പൈസ അവർ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ക്രിയേറ്റേഴ്സിന്റെയും പൈസ ഈ രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതാണ് നമ്മുടെ ചോദ്യം. എന്റെ ഒരു എക്സ്പീരിയൻസിലും എന്റെ ഒരു അഭിപ്രായത്തിലും അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ആഡ്സിന് ഒരു വീഡിയോ കൊടുത്തിട്ട് പറയുന്നു ഇത് പ്രൊമോട്ട് ചെയ്യണം, ഇത്ര ആളുകളിലേക്ക് വരണം, ഇന്ന കീവേഡ്സ് ഒക്കെ കൊടുക്കുന്നു. ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ ഒത്തിരി കൊടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 1000 രൂപയ്ക്ക് ചിലപ്പോൾ 10,000 വ്യൂ ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ 1000 വ്യൂ കിട്ടിയെന്ന് കരുതുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ കീവേഡ്സ് ഒക്കെ നല്ല രീതിയിലുള്ള നല്ല റേറ്റുള്ള കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബിഡ് ചെയ്യുന്ന എമൗണ്ട് കൂടി വരും. ചിലപ്പോൾ ഒരു വ്യൂവിന് ചിലപ്പോൾ 1 രൂപ വരെ ആയിരുന്നു വരും. മനസ്സിലായോ? അപ്പം നമ്മൾ വലിയ കീവേഡും ടാർഗറ്റിംഗ് ഒന്നും ഇല്ലാതെ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ 10,000 വ്യൂ 1000 രൂപയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഗൂഗിൾ ആഡ്സിൽ ഇട്ടിട്ട് ഇങ്ങനെ റൺ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഗൂഗിൾ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കും. അത് വീഡിയോ ആവശ്യമുള്ളവരാണോ അല്ലയോ ഒന്നും ഗൂഗിളിന് നോട്ടമില്ല. പ്രത്യേകിച്ച് നമ്മൾ കീവേഡോ ടാർഗറ്റിംഗോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വ്യൂ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മുമ്പിലേക്ക് ഈ സാധനം പുഷ് ചെയ്യും. അപ്പൊ അവരെ കൊണ്ട് നിർബന്ധിച്ച് ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയാം. അതായത് ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കിയില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഒന്നുകൂടെ അത് കാണിച്ച് നിന്നെ കൊണ്ട് എങ്ങനെയില്ല അതിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കും. ക്ലിക്ക് ചെയ്യിപ്പിക്കുക, ഓപ്പൺ ആക്കുക, ഒരു വ്യൂ എത്തിക്കുക, 3-4 സെക്കൻഡ് വരെ അത് വാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് യൂട്യൂബിന്റെ ഉത്തരവാദിത്തം, അതായത് ഗൂഗിൾ ആഡ്സിന്റെ ഉത്തരവാദിത്തം. അത് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരു ബന്ധവും ഇതിനകത്തില്ല. ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ഒരു വീഡിയോ പോലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വീഡിയോയ്ക്ക് പോലും നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കുക, എല്ലാത്തിന്റെ ആവറേജ് ഡ്യൂറേഷൻ പോയി കിടക്കായിരിക്കും. മനസ്സിലായോ? ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ 20 സെക്കൻഡോ 30 സെക്കൻഡോ ഒക്കെ ആയിരിക്കും ടോട്ടൽ ആളുകൾ അത് വാച്ച് ചെയ്തിട്ടുള്ളത്. അത് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ഗൂഗിൾ ആഡ്സ് നമ്മൾ തുടക്കത്തിൽ എങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള സമയത്ത് നമ്മളുടെ ചാനൽ യൂട്യൂബ് ഓർഗാനിക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നിർത്തും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിന് മനസ്സിലാവും, അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഇവന്റെ പൈസ കൊണ്ട് ഇവന് ഈ പൈസ ഇട്ടിട്ട് വീണ്ടും വീണ്ടും കളിച്ച് ഇവനിന്റെ അതിന് വ്യൂ ഉണ്ടായിക്കോളും, ഞാൻ കൂടുതൽ പുഷ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് യൂട്യൂബ് അങ്ങോട്ട് മാറിയിരിക്കും. നമ്മുടെ കയ്യിലെ പൈസ ഇങ്ങനെ പോകും. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള ഒരു ഓർഗാനിക് റീച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ, മുമ്പുള്ള വീഡിയോകളിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷനും വാച്ച് ടൈമും CTRഉം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ പുഷ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതോടുകൂടി ഈ സംഭവങ്ങളെല്ലാം താറുമാറാവും. പിന്നെ യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഓർഗാനിക് ആയിട്ടുള്ള പുഷും നമ്മുടെ വീഡിയോയിൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പൈസ ഗൂഗിൾ ആഡ്സിന് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഗൂഗിൾ ആഡ്സിനെ ആശ്രയിക്കാൻ പോയിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റുകൾ ഇട്ട് നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയിൽ നിങ്ങളുടെ ചാനലിലേക്ക് ആളുകൾ വരികയും വാച്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രയോജനമായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തുടക്ക സമയത്ത് കുറെ പൈസ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ ഗൂഗിൾ ആഡ്സ് പിന്നെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ആഡ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് യൂട്യൂബിൽ നമ്മൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അതല്ലാതെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം കമ്പനികളൊക്കെ നമ്മൾ ഈ കാണുന്ന പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബ്, ഇതെല്ലാം ഗൂഗിൾ ആഡ്സിന്റെ ത്രൂ ആണ് വിടുന്നത്. മനസ്സിലായി? അവരൊക്കെ അതിൽ നിന്ന് ഒരുപാട് കൺവേർഷനും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഗൂഗിൾ ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റ് ഒരു 10,000 പേരിൽ എത്തിച്ച് അതിലൊരു 10 പേര് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞാലും കമ്പനിക്ക് ലാഭമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീഡിയോ 10,000 പേരിൽ എത്തിച്ച് ഈ 10,000 പേരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫുള്ള് വാച്ച് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രയോജനം? നമ്മുടെ പൈസ പോയി, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ റിട്ടേണിംഗ് വ്യൂവേഴ്സ് ഒക്കെ നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം ഗൂഗിൾ ആഡ്സ് ഒരാളെ കൊണ്ട് ആ വീഡിയോ കാണിപ്പിച്ച് അവൻ വളരെ ബുദ്ധിമുട്ടി
ആയിരിക്കും അത് ഓപ്പൺ ചെയ്ത് അത് 1-2 സെക്കൻഡ് ഒക്കെ വാച്ച് ചെയ്യുന്നത്. പിന്നെ അവന്റെ മുമ്പിലേക്ക് നമ്മുടെ ഒരു വീഡിയോയുടെ റെക്കമെൻഡ് ചെയ്യപ്പെട്ട് ഓർഗാനിക് ആയിട്ട് പോയാലും അവനത് ഓപ്പൺ ആക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരിക്കത്തില്ല. അപ്പം റിട്ടേണിംഗ് ആയിട്ടുള്ള വ്യൂവേഴ്സും നഷ്ടപ്പെടും, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നഷ്ടപ്പെടും, CTR കുറയും, എല്ലാ രീതിയിലും പ്രശ്നമാവും. അത് മാത്രമല്ല, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്ത് കിട്ടുന്ന വാച്ച് ടൈമോ അതൊന്നും മോണിറ്റൈസേഷന് വേണ്ടി കണക്കാക്കത്തില്ല. അപ്പോൾ അവിടെയും പ്രയോജനമില്ല. അപ്പോൾ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ആളുകൾ ഇത് വാച്ച് ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് വിടണം. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തൊരു വീഡിയോ ബൂസ്റ്റ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ 1000 രൂപയ്ക്ക് നമുക്ക് 1000 വ്യൂ 2000 വ്യൂ കിട്ടിയുള്ളെന്ന് വരും. അപ്പോൾ എത്ര മുതലാക്കാൻ പറ്റും നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം? ഈ 1000 രൂപയ്ക്ക് 2000 വ്യൂ കിട്ടി, 2000 സബ്സ്ക്രൈബേഴ്സിനെയും 2000 ഫുൾ വാച്ച് ടൈമും കിട്ടിയാൽ ഓക്കെ ആണ്. പക്ഷേ അത് കിട്ടുമോ? ഇല്ല. അവിടെയും ചിലപ്പം 10-100 പേര് അത് ഫുൾ വാച്ച് ചെയ്തെന്ന് വരും, 5-10 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്ന് വരും. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വിദൂരത്തുള്ള ആ ഒരു സ്വപ്നമാണ് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ട്. മനസ്സിലായോ? അപ്പം എത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കാരണം കുറച്ച് പേര് ഈ പരിപാടി ചെയ്ത് ഒരുപാട് പൈസകൾ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ഒരു കുറച്ചൊക്കെ ഗ്രോ ചെയ്ത് നിങ്ങൾക്ക് കുറെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്ത് അതിലൂടെ ഒരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ചാനലിനെ വെച്ചൊരു ബിസിനസ് ആക്കി അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഗൂഗിൾ ആഡ്സ് ചെയ്തോളൂ. അല്ലാത്ത പക്ഷം തുടക്കത്തിൽ വ്യൂ കൂട്ടാം, ചാനൽ ഗ്രോ ചെയ്യിപ്പിക്കാം എന്നും കിടന്ന് ഈ പരിപാടി ചെയ്യാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.